ചിറക്കലുള്ള കേരള ഫോക്ലോർ അക്കാഡമിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് അവിടെ കാണുന്നതാണ് കേരള ഫോക്ലോർ അക്കാഡമി. എൻ്റെ നേരെ മുന്നിലായിട്ട് ചിറക്കൽ ചിറയുണ്ട്. ഇതായി കാണുന്നില്ലേ, ഇത് ചിറക്കൽ ചിറയാണ്. ആദ്യം നമ്മൾ ഫോക്ലോർ അക്കാഡമിയിലേക്കാണ് പോണത്. അക്കാഡമി കാണാനല്ല, അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത് കാണാനാണ്. ഈ ഫോക്ലോർ അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നാടോടി കലകളും അനുഷ്ഠാന കലകളും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, നിലനിർത്തുക എന്നൊക്കെയുള്ളതാണ്. ഞാൻ പറഞ്ഞ ലക്ഷ്യങ്ങൾ മാത്രമല്ല ഇവർക്കുള്ളത്. ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഒരു 10-17 ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ട ചിലതുകൂടി പറയാം. തലമുറകളായി പാസ് ചെയ്യുന്ന നാടൻ കഥകളും പാട്ടുകളും ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുക, കലകളെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും തരംതിരിക്കുകയും ചെയ്യുക, അടിസ്ഥാന സർവേ നടത്തി നാടോടി കഥകളുടെ രേഖകൾ തയ്യാറാക്കുക, പ്രമുഖ കലാകാരന്മാർക്ക് അവാർഡും ഫെലോഷിപ്പുകളും നൽകി ആദരിക്കുക. അങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ ഈ ഒരു അക്കാഡമിക്കുണ്ട്. ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ കോവിലത്താണ്. കിഴക്കേ കോവിലം ശരിക്കും കോലത്തിരി രാജാക്കന്മാരുടെ പാലസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോലത്തിരി രാജാക്കന്മാരുടെ പാലസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോവിലത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. പിന്നെ കോലത്തിരി രാജാക്കന്മാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അനുഷ്ഠാന കലയായ തെയ്യത്തെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. കിഴക്കേ കോവിലത്തിൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ പുതിയൊരു കൺസ്ട്രക്ഷൻ കൂടിയുണ്ട്. ആ പുതിയ കൺസ്ട്രക്ഷൻ നെഗ്ലക്റ്റ് ചെയ്താൽ കോവിലകത്തിൻ്റെ ആർക്കിടെക്ചർ കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ ആണെന്ന് പറയാം. പഴയ കോവിലകങ്ങൾക്കുള്ള ആ ഒരു ഡിസൈൻ തന്നെ കോലത്തിരി രാജാക്കന്മാർ പണ്ടുകാലത്ത് നോർത്തേൺ കേരളയിലെ ഒരു പവർ ഹൗസ് തന്നെയായിരുന്നു. അവരുടെ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കാം ഇത്. പേര് കിഴക്കേ കോവിലകം എന്നായതുകൊണ്ട് ഇതിൻ്റെ എക്സ്റ്റൻഷനായി വേറെയും കൊട്ടാരങ്ങൾ ഉണ്ടാകാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതായത് കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണിതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. റിയാലിറ്റി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ഫീസ് വെറും 30 രൂപയുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റിൽ വലിയൊരു ഹോൾ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോയ്ക്ക് 1000 രൂപയാണ് അവർ പറയുന്നത്. അതിന് പകരം ഫോട്ടോയാണ് എടുക്കുന്നത്. ഒരു സ്ലൈഡ് ഷോ ആയിട്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. മ്യൂസിയത്തിൻ്റെ മുന്നിൽ ഒരു ആനയുടെ പ്രതിമയൊക്കെയുണ്ട്. പ്രതിമയ്ക്ക് കോലത്തിരി രാജാക്കന്മാരുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഫോക്ലോർ അക്കാഡമി ഈ സ്ഥലം അക്വയർ ചെയ്തതിന് ശേഷം ഒരു ഭംഗിക്കായി ആനയുടെ പ്രതിമ ഇവിടെ വെച്ചതാകാനാണ് ചാൻസ്. കോവിലകത്തിൻ്റെ വരാന്തയുടെ ഭിത്തിയിൽ സിമെൻറ്റ് കൊണ്ടുള്ള ആർട്ട് വർക്കാണുള്ളത്. പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന സിമെൻറ്റിൻ്റെ ആർട്ട് വർക്കാണ്. പഞ്ചമിയെയും വരരുചിയെയും അവരുടെ 12 മക്കളെയും ഈ ഒരു ആർട്ട് വർക്കിൽ കാണിക്കുന്നുണ്ട്. പഞ്ചമിയുടെ 12 മക്കളുടെ പേരറിയില്ലെങ്കിലും 2 പേരുടെ പേരെനിക്കറിയാം, പെരുന്തച്ചനും നാറാണത്ത് ഭ്രാന്തനും. പറയിപ്പറ്റ പന്തിരുകുലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇനി ഉള്ളിൽ കയറി തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡൽസ് കാണാം. തെയ്യമെന്ന് കേൾക്കുമ്പോൾ ഒരു കല മാത്രമായി ചിന്തിക്കരുത്. ഒരു കല എന്നതിലുപരി തെയ്യക്കോലം കെട്ടുന്ന ആൾ ട്രാൻസ് സ്റ്റേറ്റിലെത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. അനുഗ്രഹിക്കാനും രോഗങ്ങൾ മാറ്റാനുമുള്ള ചൈതന്യം തെയ്യങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ തെയ്യക്കോലങ്ങൾക്ക് ദൈവ ചൈതന്യം ലഭിക്കുന്നുവെന്നും ആ ദൈവ ചൈതന്യം അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ നാട്ടുകാരിലേക്ക് വർഷിക്കാൻ തെയ്യങ്ങൾക്ക് കഴിവുണ്ടെന്നുമാണ് വിശ്വാസം. കണ്ണൂരും കാസർഗോഡും വയനാടുമെല്ലാം തെയ്യം സുപരിചിതമാണ്. കോഴിക്കോടും തെയ്യമുണ്ട്, പക്ഷെ പേര് വേറെയാണ്. തിറ എന്നാണ് പേര്. പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും തെയ്യവും തിറയും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾക്ക് ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അസുലഭ നിമിഷമാണ് തെയ്യം. തെയ്യത്തിൻ്റെ വേഷവും തിരുമുടിയും ചമയവും ആഭരണങ്ങളുമെല്ലാം വർണ്ണാഭവും സങ്കീർണവുമാണ്. തെയ്യം എന്ന റിച്വലിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയായ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സൂചിപ്പിക്കുന്ന അപ്പവും വീഞ്ഞും പോലെ തന്നെ വിശുദ്ധമാണ് തെയ്യമെന്നാണ് എനിക്ക് തോന്നിയത്. ഓരോ തെയ്യത്തിനും ഐതിഹ്യമുണ്ട്. ആദ്യം മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം പറയാം. മുച്ചിലോട്ട് ഭഗവതിയുടെ ഭാവം രൗദ്രമല്ല. സുന്ദരിയായ നവവധുവിൻ്റെ രൂപമാണ് മുച്ചിലോട്ട് ഭഗവതിയുടേത്. മറ്റ് പരദേവതമാർക്ക് കോലം കെട്ടി കളിയാട്ടങ്ങൾ നടത്തി വരുന്നത് പോലെ തനിക്കും വേണമെന്ന് മുച്ചിലോട്ട് ഭഗവതി തീരുമാനിച്ചു. മുച്ചിലോട്ട് പടനായർക്കും കോലത്തിരി തമ്പുരാനും സ്വപ്നരൂപത്തിൽ മുച്ചിലോട്ട് ഭഗവതി ഈ വിവരം അറിയിച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്തത് മാന്ത്രികനും മായാജാലക്കാരനുമായ മണക്കാടൻ ഗുരുക്കളാണ്. സമുദ്രവും ഭൂമിയും ആകാശവും ചേർന്ന സങ്കല്പത്തിലാണ് മണക്കാടൻ ഗുരുക്കൾ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്തത്. അറിവുകൊണ്ട് പ്രഗത്ഭരെ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച ബ്രാഹ്മണ കന്യകയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തി ഭ്രഷ്ട് കൽപ്പിച്ചു. രസങ്ങളിൽ വെച്ച് കാമരസവും വേദനകളിൽ പ്രസവവേദനയുമാണ് അനുഭവങ്ങളിൽ മികച്ചതെന്നാണ് ബ്രാഹ്മണ കന്യക പറഞ്ഞത്. ഈ ഒരു ഉത്തരമാണ് ബ്രാഹ്മണ കന്യകയ്ക്കെതിരെ അപവാദം പ്രചരിപ്പിക്കാനുള്ള കാരണമായത്. അപമാനിതയായ ബ്രാഹ്മണ കന്യക തീയിൽ ചാടി ആത്മഹൂതി ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് എണ്ണയുമായി ആ വഴി വന്ന മുച്ചിലോട്ട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ കന്യക ആവശ്യപ്പെട്ടു. കന്യകയുടെ വാക്കുകൾ കേട്ട അമ്പരന്ന് എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു. അങ്ങനെ ആ തീയിലമർന്ന് ബ്രാഹ്മണ കന്യക ആത്മപരിശുദ്ധി തെളിയിച്ചു. ആത്മഹൂതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ
ഭഗവതിയായി മാറിയെന്ന് മനസ്സിലാക്കിയ മുച്ചിലോട്ട് പടനായർ തൻ്റെ കുലദേവതയായി കണ്ട് ബ്രാഹ്മണ കന്യകയെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. ഈ കാണുന്നത് ആര്യക്കര ഭഗവതി തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. കോലത്തുനാട് കാണാൻ ആര്യർ നാട്ടിൽ നിന്ന് വന്ന ദേവിയാണ് ആര്യക്കര ഭഗവതി. ആഴികളേറെ കടന്നു വന്ന ദേവി കടിഞ്ഞിക്കടവെത്തിയപ്പോൾ ചെമ്പകപ്പൂ മണത്തിൽ ആകൃഷ്ടയായി കടവിലിറങ്ങി. നീലേശ്വരം രാജാവിൻ്റെ ശക്തി പരീക്ഷ മറികടന്ന ദേവി വസൂരി ബാധിച്ച കണിക്കര അച്ഛനെ 3.25 നാഴിക കൊണ്ട് രോഗമുക്തനാക്കി. കടിഞ്ഞിക്കടവിലെ പൂച്ചെമ്പകച്ചോട്ടിൽ ആര്യക്കര ദേവിയായി ഭഗവതി ആരൂഢം നേടി. ആര്യക്കരയിലും 500 കാവിലും പള്ളിപീഠം ലഭിച്ചു. ഈ കാണുന്നത് ഇളങ്കോലം തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. അധർമ്മം അനുഷ്ഠിക്കുന്നവരിൽ നിന്ന് ഭക്തരുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കാൻ അവതരിക്കുന്നതാണ് ഇളങ്കോലം തെയ്യമെന്നാണ് വിശ്വാസം. സമാധാനത്തിനും സമൃദ്ധിക്കും കാർഷിക വിളകളുടെ സംരക്ഷണത്തിനുമൊക്കെയാണ് ഇളങ്കോലം തെയ്യത്തെ ആരാധിക്കുന്നത്. അടുത്തത് കണ്ണങ്ങാട്ട് ഭഗവതി തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. കൃഷ്ണ ഭഗവാൻ അവതാര പിറവിയെടുക്കവേ നന്ദയുടെയും യശോദയുടെയും മകളായി ഭഗവതി പിറവിയെടുത്തു. മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം വസുദേവൻ കുട്ടികളെ പരസ്പരം മാറ്റി. തൻ്റെ കാലനായ വസുദേവപുത്രന് പകരം പുത്രിയെ കാണുമ്പോൾ കംസൻ ആദ്യമൊന്ന് പകച്ചെങ്കിലും മന്ത്രിമുഖ്യന്മാരുടെ ഉപദേശപ്രകാരം കുഞ്ഞിനെ കൊല്ലാനായി കാലിൽ പിടികൂടി പാറക്കല്ലിൽ അടിക്കവേ കുഞ്ഞ് കയ്യിൽ നിന്ന് പറന്ന് ആകാശത്തേക്ക് ഉയർന്ന് അദ്ഭുത രൂപം പൂണ്ടു. എന്നിട്ട് കംസനോട് പറഞ്ഞു, പരാക്രമം സ്ത്രീകളോടല്ല. കംസന്റെ കാലൻ അമ്പാടിയിൽ വളരുന്നുണ്ട്. കൊല്ലാനാണെങ്കിലും കാലിൽ പിടിച്ചതിനാൽ ക്ഷമിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ പരാശക്തി അപ്രത്യക്ഷയായി. ദുഷ്ടരെ നിഗ്രഹിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് തങ്ങൾക്ക് ആരാണിനി തുണ എന്ന് യാദവർ ഭഗവാനോട് ചോദിച്ചു. തന്നോടൊപ്പം പിറവിയെടുത്ത പരാശക്തിയെ ഭഗവാൻ കാട്ടിക്കൊടുത്തു. അങ്ങനെ ആദ്യം കണ്ണനെ കാട്ടിയ ആളായും പിന്നീട് കണ്ണൻ കാട്ടിയ പരാശക്തിയായും ഭഗവതി മാറി. കരിങ്കുട്ടി ശാസ്തപ്പൻ തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണിത്. ഭഗവാൻ ശിവനും പാർവതി ദേവിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായ മകനാണ് കുട്ടിച്ചാത്തൻ. കാളക്കാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. കുട്ടിച്ചാത്തൻ പക്ഷേ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ പിന്തുടരാൻ തുടങ്ങി. പഠിപ്പിൽ കുട്ടിച്ചാത്തന് അസാമാന്യ കഴിവുണ്ടെങ്കിലും ഗുരുവിനെ അനുസരിക്കില്ലായിരുന്നു. അനുസരിക്കാത്തതിന് ഗുരു കുട്ടിച്ചാത്തനെ അടിക്കുകയും ശാസിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ ശിക്ഷയും ശകാരവും ഇഷ്ടപ്പെടാത്ത കുട്ടിച്ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്നു. തുടർന്ന് കുട്ടിച്ചാത്തൻ കന്നുകാലികളെ മേയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കെ ഒരു നാൾ ഒരു കാളയെ അറുത്ത് കുട്ടിച്ചാത്തൻ ചോര കുടിച്ചു. ഇത് കേട്ട് ദേഷ്യം വന്ന നമ്പൂതിരി കുട്ടിച്ചാത്തനെ ശിക്ഷിച്ചു. ഇല്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണ് തന്നെ ശിക്ഷിച്ചതെന്ന് കരുതിയ കുട്ടിച്ചാത്തൻ ഇല്ലത്തെ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇത് കണ്ട നമ്പൂതിരി ചാത്തനെ വെട്ടിയെങ്കിലും ചാത്തൻ ചത്തില്ല. ഇത് കണ്ട് കോപാകുലനായ നമ്പൂതിരി ബ്രാഹ്മണരെ വിളിച്ച് വലിയ യജ്ഞം നടത്തി. നമ്പൂതിരി ചാത്തനെ 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ടങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. അഗ്നി നൃത്തമാടിയ ചാത്തന്മാർ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുചാമ്പലാക്കി. ഉപദ്രവകാരിയായ ചാത്തനെ ശാന്തനാക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിക്കാൻ തുടങ്ങി. കരിങ്കുട്ടി ശാസ്തപ്പൻ ആഗ്രഹം നിറവേറ്റുന്ന ദൈവമാണ്. അതേസമയം അപകടകാരിയും വികൃതിയുമാണ്. മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വിപത്തുണ്ടാകാതിരിക്കാനാണ് കരിങ്കുട്ടി ശാസ്തപ്പൻ തെയ്യത്തെ ആരാധിക്കുന്നത്. ഈ കാണുന്നത് കുറത്തിയമ്മ തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. പാർവതി ദേവിയുടെ അവതാരമായാണ് കുറത്തിയമ്മയെ കണക്കാക്കുന്നത്. കയ്യിൽ മുറവും ചൂലും കത്തിയുമേന്തിയാണ് തെയ്യം നൃത്തം ചെയ്യുന്നത്. കാർഷിക ദൈവമായാണ് കുറത്തിയമ്മയെ കണക്കാക്കുന്നത്. കുറത്തിയമ്മ മഴയിൽ കുടയായും വെയിലിൽ നിഴലായും മരം കോച്ചുന്ന തണുപ്പിൽ പുതപ്പായും കുത്തൊഴുക്കിൽ പിടിവള്ളിയായും ഭക്തരെ രക്ഷിക്കാനെത്തുമെന്നാണ് വിശ്വാസം. പുലികണ്ഠൻ്റെയും പുലി കരിങ്കാളിയുടെയും മകളായ പെൺപുലിയാണ് പുലിയൂർ കാളി എന്നാണ് ഐതിഹ്യം. തുലാവനം എന്ന കാട്ടിനുള്ളിൽ ശിവൻ പുലികണ്ഠനായും പാർവതി പുലി കരിങ്കാളിയുമായി രൂപമെടുത്തു എന്നാണ് ഐതിഹ്യം. അവർക്കുണ്ടായ കുഞ്ഞുങ്ങളിലെ ഏക പെൺപുലിയാണ് പുലിയൂർ കാളി. പുലിയൂർ കാളി രൗദ്രഭാവമുള്ള തെയ്യമാണ്. ഈ കാണുന്നത് രക്തചാമുണ്ഡി തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ദുർഗാദേവിയുടെ കണ്ണിൽ നിന്നും അവതരിച്ച കാളിയാണ് ചാമുണ്ഡി. ഇതേ ദേവി രക്തബീജനെയും നിഗ്രഹിച്ചതിനാൽ രക്തചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. രുരു എന്ന അസുരന്റെ ചർമ്മവും മുണ്ടവും എടുത്ത് രുരുവിനെ നിഗ്രഹിച്ചതിനാൽ കാളി ചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. പാർവതി ദേവിയുടെ അംശാവതാരമായി ജനിച്ച കൊടിയ ഭൈരവിയാണ് രക്തചാമുണ്ഡി. നമ്മളിപ്പോൾ കാണുന്നത് പുതിയ ഭഗവതി തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ്. പുതിയ ഭഗവതി രോഗങ്ങളെ മാറ്റുന്ന ദേവതയാണെന്നാണ് സങ്കല്പം. പണ്ടുകാലത്തുണ്ടായിരുന്ന വസൂരി തടവി നീക്കാനുള്ള കഴിവ് പുതിയ ഭഗവതിക്കുണ്ടെന്നാണ് വിശ്വാസം. എപ്പോഴും കത്തി അമരുന്നുണ്ടെങ്കിലും എന്നും പുതിയവളായി വന്ന് പുതിയ ഭഗവതി അനുഗ്രഹിച്ചു പോകും. വയനാട് കുലവൻ തെയ്യത്തിൻ്റെ ലൈഫ് സൈസ് മോഡലാണ് നമ്മൾ കാണുന്നത്. പരമശിവൻ സ്വന്തം ജട പറിച്ച് ഇടത്തെ തുടയിലടിച്ചപ്പോൾ ഉണ്ടായ മകനാണ് വയനാട് കുലവനെന്നും അതല്ല ഇടത്തെ തുട പൊട്ടിത്തെറിച്ചു വന്ന മകനാണ് വയനാട് കുലവൻ എന്ന തൊണ്ടച്ചനെന്നും പറയപ്പെടുന്നു.
പരമശിവൻ മധുവനത്തിലുള്ള കരിന്തെങ്ങിൽ നിന്ന് ഊറി വരുന്ന മധു കുടിച്ച് മദ്യലഹരിയിൽ എത്തുന്നത് കണ്ട പാർവതി കരിന്തെങ്ങ് കണ്ടുപിടിക്കുകയും അതിന്റെ ചുവട്ടിൽ നിന്ന് ഊറി വരുന്ന മധു തന്റെ മാന്ത്രിക ശക്തിയാൽ തടവി മുകളിലേക്ക് ഉയർത്തിവിടുകയും ചെയ്തു. പിറ്റേ ദിവസം മധു കുടിക്കാനായി എത്തിയ പരമശിവൻ മധു തെങ്ങിൻ മുകളിലെത്തിയതായി കണ്ടു. ഇത് കണ്ട് പരമശിവൻ കുപിതനാകുകയും തന്റെ ജട കൊണ്ട് ഇടത്തെ തുടമേൽ തല്ലുകയും അപ്പോൾ ദിവ്യനായ മകൻ ഉണ്ടാകുകയും ചെയ്തു. തെങ്ങിൽ നിന്ന് മധു എടുക്കുന്ന ജോലിക്കാരനായി അവനെ നിയോഗിക്കുകയും ചെയ്തു. പതിവായി മധു എടുക്കുന്ന ദിവ്യനായ മകനും മധുപാനം തുടങ്ങി. ഇതറിഞ്ഞ പരമശിവൻ വനത്തിൽ നായാട്ടു പാടില്ലെന്നും മധു കുടിക്കരുതെന്നും ദിവ്യനായ മകനോട് പറഞ്ഞു. എന്നാൽ ദിവ്യനായ പുത്രൻ ഇത് ധിക്കരിച്ച് മധുപാനം ചെയ്യുകയും നായാടുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ശിവന്റെ കോപത്തിനിരയായ അവന്റെ കണ്ണുകൾ പൊട്ടി. മാപ്പിരുന്ന മകന് പൊയ്ക്കണ്ണും മുളംചൂട്ടും മുള്ളനമ്പും മുളവില്ലും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു. ചൂട്ടുപുകഞ്ഞ് കണ്ണ് കാണാതായപ്പോൾ പൊയ്ക്കണ്ണും വിത്തുപാത്രവും മുളംചൂട്ടും ദിവ്യനായ പുത്രൻ എറിഞ്ഞു കളഞ്ഞു. അവ ചെന്നു വീണത് വയനാട്ടിലെ ആദിപ്പറമ്പൻ കണ്ണൻ്റെ പടിഞ്ഞാറ്റയിലാണ്. കണ്ണും ചൂട്ടും തുള്ളുന്നത് കണ്ട് പേടിച്ച കണ്ണനോട് കണ്ണും ചൂട്ടും അകത്തു വെച്ചുകൊള്ളാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞു. അങ്ങനെ വയനാട്ടിൽ എത്തിച്ചേർന്നതുകൊണ്ട് ദിവ്യൻ വയനാട്ടുകുലവൻ എന്നറിയപ്പെടാൻ തുടങ്ങി. വർഷം മുഴുവനും കെട്ടിയാടുന്ന ഒരേയൊരു തെയ്യമുള്ളൂ, അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തെയ്യമാണ്. അയ്യങ്കരമില്ലം വാഴുന്നവർ കുട്ടിയില്ലാത്തതിനാൽ അസന്തുഷ്ടരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാടിക്കുട്ടിയമ്മ ശിവഭക്തിയായിരുന്നു. കുട്ടികൾക്കായി അവർ ശിവന് യാഗം കഴിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അവർ ഭഗവാനെ കണ്ടു. പിറ്റേ ദിവസം അടുത്തുള്ള അരുവിയിൽ കുളിച്ച് കയറി വരവെ അവർ ഒരു കുഞ്ഞു പൂമത്തയിൽ കിടക്കുന്നത് കണ്ടു. കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി. ഈ കുട്ടി ഇവരുടെ മനയ്ക്ക് അടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ കുട്ടിയോട് ഇവ നിർത്തുവാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ അഭ്യർത്ഥന കുട്ടി ചെവിക്കൊണ്ടില്ല. അയ്യങ്കര വാഴുന്നവർ ഇതിൽ വളരെ നിരാശനായി. ഒരു ദിവസം കുട്ടി അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലുമെടുത്ത് തീ കണ്ണുകളോടെ തൻ്റെ വിശ്വരൂപം കാണിച്ചു. മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. അവർ അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു. ഇതിനുശേഷം ദൈവം അയ്യങ്കരയിലേക്ക് യാത്രയായി. പക്ഷെ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തങ്ങാൻ തീരുമാനിച്ചു. പനമരങ്ങളിലെ കള്ള് കണ്ട് ദൈവം ആകൃഷ്ടനായി. നിരക്ഷരനായ ചന്ദൻ എന്ന ചെത്തുകാരൻ തൻ്റെ പനമരങ്ങളിൽ നിന്ന് എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു. അങ്ങനെ പനകൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദൻ തീരുമാനിച്ചു. കാവൽ കിടക്കവെ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് കള്ള് മോഷ്ടിക്കുന്നതായി ചന്ദൻ കണ്ടുപിടിച്ചു. തൻ്റെ അമ്പും വില്ലുമെടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്ന് എയ്തിടാൻ ചന്ദൻ തീരുമാനിച്ചു. അമ്പ് തൊടുക്കവേ ചന്ദൻ ബോധരഹിതനായി നിലത്തു വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കിയ അവർ മരത്തിന്റെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ടു. വൃദ്ധനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ വൃദ്ധനെ മുത്തപ്പ എന്ന് വിളിച്ചു. ദൈവത്തോട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു. പിന്നാലെ അവരുടെ ഭർത്താവിന് ബോധം തിരിച്ചു വന്നു. അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നിവേദ്യമായി അർപ്പിച്ചു. മുത്തപ്പന്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു. ചന്ദന്റെ ആഗ്രഹം അനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു. ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പടി. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരമ്പ് തൊടുത്തുവിട്ടു. ആ ഒരമ്പ് പറശ്ശിനിക്കടവ് വന്നു വീണു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവ് വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഫോക്ലോർ മ്യൂസിയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് തെയ്യക്കോലങ്ങളാണ്. ശരിക്കും തെയ്യം എന്ന് പറയുന്നത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ ഇൻകാർണേഷൻ ആണെന്നൊക്കെയാണ് പറയാറ്. അതായത് ഈ നോർത്തേൺ കേരളയിലുള്ളവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കണ്ണൂർ, കാസർഗോഡ്, പിന്നെ കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗം അവിടെയൊക്കെ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും തെയ്യം ആടുമ്പോൾ തെയ്യക്കോലങ്ങൾക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ലഭിക്കുമെന്നും അതുപോലെ തന്നെ ആ ചൈതന്യം അവിടെയുള്ളവർക്കെല്ലാം നൽകാനും ഈ തെയ്യക്കോലങ്ങൾക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് അനുഗ്രഹം നൽകാനുള്ള കഴിവുവരുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊരു ഡിവൈൻ ആർട്ട് ഫോം നേരിട്ട് കാണണമെന്ന്, അതായത് അത് പെർഫോം ചെയ്യുന്നത് നേരിട്ട് കാണണമെന്ന് ഈ ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും എനിക്ക് സാധിച്ചാൽ, നേരിട്ട് കാണാൻ സാധിച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതാണ്, നിങ്ങളെയും കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ചിറ കാണാം. ഈ ചിറയും നിർമ്മിച്ചത്, അതായത് എൻ്റെ മുന്നിലുള്ള ഈ ഒരു ചിറ നിർമ്മിച്ചത് കോലത്തിരി രാജാക്കന്മാർ തന്നെയാണ്. ഇത് ഏകദേശം 15 ഏക്കറിനടുത്തുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതുകൂടി നമുക്ക് കാണാം. ഈ ഒരു കുളം 15 ഏക്കറിനടുത്തുണ്ടെന്നാണ് ഇൻ്റർനെറ്റിലുള്ളത്. കണ്ടിട്ട് അത്രയ്ക്കൊന്നും ഉള്ളതായി തോന്നുന്നില്ല. പ്ലെയിനായി കിടക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാകാനും ചാൻസ് ഉണ്ട്. 15 ഏക്കർ എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലമുണ്ടെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു സങ്കല്പം. പക്ഷേ ഈ കുളം കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ 15 ഏക്കർ എന്ന ഫീലായിപ്പോയി. ഈ കുളത്തിനടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയുണ്ട്. പണ്ട് കാലത്തെ കൊട്ടാരങ്ങൾക്കടുത്ത് എന്തായാലും ഒരു ക്ഷേത്രം കാണുമല്ലോ. കിഴക്കേ കോവിലകത്തിനടുത്ത് ഞാനൊരു ക്ഷേത്രം എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്.
മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായ കൃഷ്ണഗാഥ രചിച്ചത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ്. ക്ഷേത്രത്തിൻ്റെ പേര് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ചിറക്കൽ ചിറയും അതിന് ചുറ്റുമുള്ള ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് കുറച്ചു നേരം കണ്ടാസ്വദിക്കാം. നമ്മൾ ഈ കണ്ട ചിറക്കൽ ചിറ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ഇത് നിർമ്മിച്ചത് കോലത്തിരി രാജാക്കന്മാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശരിക്കും ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ പോണ്ടാണെന്നാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ വേറൊരു ആർട്ടിക്കിളിൽ ഇത് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ പോണ്ടാണെന്നും കണ്ടു. അത് സത്യമാണോ എന്നറിയില്ല. എന്തായാലും ഇതൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടു. എങ്ങനെയുണ്ട് ഈ ചിറ? അടിപൊളിയല്ലേ? എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് കാണാൻ. പിന്നെ നല്ല ആഴമുണ്ടാവും. നീന്തലറിയാത്തവരൊക്കെ ഇതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പൊങ്ങുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നീന്തൽ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ നീന്തി നോക്കായിരിക്കും. ഇവിടെ ആൾക്കാർ കുളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.